പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മിഥ്യാമൂർത്തികളും സത്യദൈവവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ അധ്യായം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ മിഥ്യാമൂർത്തികളെയും സത്യദൈവത്തെയും കുറിച്ച് പ്രവാചകൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മിഥ്യാമൂർത്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഗ്രഹമേ, യഹോവ നിങ്ങളോട് അരുളിച്ചെന്ന വചനം കേൾക്കുക. യഹോവ ഇപ്രകാരം അരുളിച്ച്, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കുകയും വരുന്നു. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തികളത്ര. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും തച്ചൻ ഉളികൊണ്ട് ചെയ്ത പണിയുമത്ര. അവൻ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതിരിക്കേണ്ടതിന് അവൻ അതിനെ ആണിയും ചിറ്റികയും കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാവും. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടക്കുവാൻ കഴിവയ്യായക കൊണ്ട് അവയെ ചുമന്നുകൊണ്ടുപോകുന്നു. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയുമില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. അവർ ഒരുപോലെ മൃഗപ്രിയരും പോട്ടന്മാരുമാകുന്നു. മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്ര. തർശിസിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഉഫോസിൽ നിന്നുള്ള പൊന്നും അടിച്ചു വരുത്തുന്നു. അത് കരകൗശലപ്പണിക്കാരൻ്റെ, സ്വർണ്ണപ്പണിക്കാരൻ്റെ കൈപ്പണി തന്നെ. നിലവും രക്താംബരവും അവയുടെ ഉടുപ്പ്, അവയ്ക്ക് കരകൗശലപ്പണിക്കാരുടെ പണി അത്രേ. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്ന്, ആകാശത്തിന് കീഴിൽ നിന്ന് നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറയണമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ഏതു മനുഷ്യനും മൃഗപ്രിയനും